ചർച്ചാ വിഷയമായ ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. വാടാ പിള്ളേരെ, വാടാ വാടാ, പേടിക്കണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ, വാ. എന്ത് ആസി? അവരകത്തുണ്ട്. ഇതവൻ്റെ സുഹൃത്തുക്കളാ, വാടാ. അല്ലേ എന്ത് പണിയാ ബോസ് കാണിച്ച? അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട് പോയായിരുന്നു. എടാ, ഇന്നലെ നമുക്ക് കള്ളൊഴിച്ച് തന്നില്ലേ? ആ തണ്ടി പോലീസാടാ. അതെന്റെ കസിനാ. കസിൻ തണ്ടി അമ്മാതിരി അടിയാണ് അടിച്ചത്. സത്യമായിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അറിയുന്ന ഞങ്ങൾ പറഞ്ഞു പോയേനെ. അതുകൊണ്ടാ ഇവരിവിടെ ഉണ്ടെന്ന് നിന്നോടൊന്നും ഞാൻ പറയായിരുന്നു. എടാ, മനഃപൂർവ്വം നിങ്ങളോട് പറയായിരുന്നല്ല, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. അച്ഛായ, എനിക്കെൻ്റെ വാപ്പാനും ഉമ്മാനും ഒന്ന് കണ്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഓരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എടാ, നിന്റെ വീടിന്റെ ഭാഗത്തോട്ട് ചെന്നാലേ അവിടെയൊക്കെ പോലീസായിരിക്കും. പോലീസുകാരെ കൊച്ചിനെ കൊണ്ടൊക്കെ പോകും, നിന്നെ പിടിച്ച് പഞ്ഞിക്ക് വിടും. എടാ, വാപ്പ നിസ്കരിക്കാൻ വലിയ പള്ളിയിൽ പോകാറില്ലേ? നമുക്ക് അവിടെ വെച്ച് കണ്ടാ പോരെ? ആ, അത് കൊള്ളാം. അവിടെ വെച്ചാകുമ്പോൾ ആരും സംശയിക്കില്ല. അതാ നല്ലത്. വാ. സാർ വരുന്നുണ്ടല്ലോ. അങ്കിൾ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഹേബിയസ് കോർപ്പസിനുള്ള പേപ്പറാ. അവൻ അവളെയും കൊണ്ട് എവിടെ പോയാലും പൊക്കാനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സന്തോഷമായിട്ട് ഈ ചായയും കുടിച്ച്. അവന്റെ ആ കൂട്ടുകാർക്ക് കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്തായിരുന്നു. അവന്മാര് പോലും അറിയാണ്ട അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോഴേക്കും അവൾ ഇവിടെ ഉണ്ടാവും. ഡേവിസാ പറയുന്നത്. വാപ്പാ, എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. എനിക്ക് ഓളെയും കൊണ്ട് വരാൻ നമ്മളെ വീടല്ലാണ്ട് വേറെ സേഫായ സ്ഥലമില്ല. നമ്മളെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, ദീനിയായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളും ഉണ്ട്. അത് തെറ്റിക്കാൻ എനിക്കാവില്ല. ഇനി എനക്ക് അത് തന്നെ വേണം നിർബന്ധമാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്, ഓളൊരു മുസ്ലിമാക്ക്, എന്നിട്ട് പുറയിൽ കൂട്ടിക്കൊണ്ടുപോവാ. ബാക്കി ബാപ്പ നോക്കിക്കോളാം. നമ്മൾ നിൽക്കുന്ന സ്ഥലമേ പോലീസ് ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നത്. ഞങ്ങളെ പരിചയം കൊണ്ട് അവിടെ മാറിയേക്കുക. എടാ, ദേവരിക്കുന്നിന്റെ അവിടെ ആയിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ശരി അച്ഛാ. പോലീസിന് വായിച്ചത് ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താടാ ഈ ലെഫ്റ്റ് എടുക്കും, ഈ ലെഫ്റ്റ് എടുക്കും, ഞാൻ പറയാം. ഈ കാര്യം പറയും. എവിടെ പോയി ഉണ്ടാക്കാൻ തുടങ്ങുന്നു മനുഷ്യനോട്. എന്നടാ വക്കീലേ?
അച്ഛാ ഈശോ ഇവിടെ നിൽക്കണ്ട പള്ളി കയറി ഒന്ന് കുരിശ് വരയ്ക്കടാ. ആവശ്യത്തിനൊരു കുരിശെടുത്ത് ഞാൻ തലേ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. എന്നടാ അച്ഛോ, ഇവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കൊച്ചനാ. ഇവനൊരു പെങ്കൊച്ചുമായിട്ട് ഭയങ്കര പ്രേമം. അതിനെന്നാ പ്രേമവും സ്നേഹമൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമില്ല. അതൊക്കെ അതെ, പക്ഷെ ഇവന്റെ വിശ്വാസവും ഇവൻ സ്നേഹിക്കുന്ന കൊച്ചിന്റെ വിശ്വാസവും രണ്ടും രണ്ടാ. അതിനെന്നാ ഇവന്റെ വിശ്വാസത്തിലോട്ട് ആ കൊച്ചിനെയും കൊണ്ടുവന്നാ പോരെ. എന്റെ പൊന്നച്ചു, ഇവന്റെ പേര് ആസിഫ് എന്നോ. അപ്പൊ പെങ്കൊച്ചിന്റെ പേര് ഫെർണാണ്ടസ്, മരിയ ഫെർണാണ്ടസ്. അതെങ്ങനെ ശരിയാവും? ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ അച്ഛനല്ലേ പറഞ്ഞ കർത്താവിന്റെ സ്നേഹവും പ്രേമൊക്കെ ഇഷ്ടമാന്ന്. എടാ പോളെ, ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് വരുന്ന പോലെയാണോ നമ്മുടെ കൊച്ചങ്ങോട്ട് പോകുന്നത്? അപ്പൊ നമ്മുടെ കൊച്ചു അങ്ങോട്ട് പോകുന്നതിലേ പ്രശ്നമുള്ളൂ, ഇങ്ങോട്ട് വന്നാൽ എടുക്കാം. നിനക്കേ അതൊന്നും പറഞ്ഞ് മനസ്സിലാവത്തില്ല. മനസ്സിലാവണമെങ്കിലേ വിശ്വാസവും ദൈവഭയോഗം വേണം. വെറുതെ എന്റെ ബി പി കൂട്ടാതെ ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോയിക്കേ. ഓരോ പള്ളി കെട്ടുമായിട്ട് വന്നോളും. അലക്സ്, നമുക്ക് വേറെ വഴി നോക്കാം. നിങ്ങൾ വാ. അനക്കിതുമാതിരി വല്ല ചുറ്റിക്കളി ഉണ്ടാ? നമ്മളെ റേഞ്ചിനുള്ള ആരെങ്കിലും കിട്ടണ്ട മാമ. അത് നന്നായി. ഈ ഇച്ചിരിയുടെ വളരട്ടെ കേട്ടാ. എന്താന്ന് വളരെ മാമ അവർ ഒരെണ്ണുണ്ട്. പടച്ചോനെ, നല്ല ദീനിയായ കുട്ടി, നല്ല അസല് മൊഞ്ചത്തി. ഓന്റെ സെലക്ഷൻ സൂപ്പർ. ഇനിയിപ്പോ അളിയൻ നടത്തിയില്ലെങ്കിൽ നമ്മൾ നടത്തി തരൂലേ? അതെന്താ ഓളെ കയ്യിലിരിക്കുന്ന തസ്ബീൽ ഒരു കുരിശ്? മാമ അത് അവൾ ക്രിസ്ത്യനാണ്. എന്താ? ഓള് ക്രിസ്ത്യാനിയാ മാമ. ഇത് നടക്കൂല. നീ പാളിയെ സമ്മതിച്ചാലും നമ്മൾ സമ്മതിക്കൂല. അല്ല മാമ, പക്ഷേ ഈ വണ്ടി നമ്മള് കലാകാരന്മാര് ഒരക്കണ്ട മൂട്. നീ പോകണോ? ഓളെ അനക്കെങ്കിലും ഇച്ചിരി വകതിരിവുണ്ടെന്നാ നമ്മൾ കരുതിയത്. ഈ എന്തിനാ ഇപ്പൊ ഇതിന് കൂട്ടിക്കുന്നതെന്ന് ഞമ്മക്ക് മനസ്സിലായി. ഒലക്കട മൂട്. ആസി, ഈ ഓളെ എടാന്ന് വെച്ചാൽ കൊണ്ടാക്കിട്ട് വീട്ടിലേക്ക് വാ. എല്ലാരും കണക്കാ. വാപ്പാനെ കാണാൻ പോയിട്ട് എന്തായി? വീട്ടിൽ കയറാന്ന്. പക്ഷെ അതാ മതം മാറണമെന്ന്. എന്നിട്ട് ആസിഫ് എന്ത് പറഞ്ഞു? ഞാൻ ഓളെയാണ് സ്നേഹിച്ചത്, അല്ലാണ്ട് ഓള് ജനിച്ച മതം നോക്കിയിട്ടല്ല. ഓളം മതം മാറ്റിലെന്തായാലും നടക്കൂലാപ്പാ. ശരി, എന്നാ പിന്നെ ഈ എന്താ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് പാപ്പാനും ഉമ്മാനങ്ങ് മറന്നേക്ക. ഒന്നടാ ഒന്നേ. ഞാൻ ആ പെങ്കൊച്ചിരുന്നോണ്ട് ചോദിക്കാഞ്ഞാ, എന്താ നിന്റെ പ്ലാൻ? ഇങ്ങനെ എവിടം വരെ പോവും? നിന്റെ കൂട്ടുകാരില്ലേ, അവന്മാർക്കില്ലേ വീടും കുടുംബമൊക്കെ? നീ ഒന്ന് ഓർത്ത് നോക്ക്. എല്ലാവരും നിങ്ങളോട് എത്ര ദിവസം ഓടും? എവിടം വരെ ഓടും? എടാ, എന്ത് പരിപാടിയാണ് ഇത്? ഇനി അത് പോട്ടെ. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടെന്നെങ്കിലും നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? പറ. മറിയാവാ. എന്താ ആസി? എന്തു പറ്റി? ഞങ്ങൾ ആർക്കും ഇനി ശല്യാവള്ള. ഞങ്ങളെ വിട്. എവിടെ പോയി ജീവിക്കാനാ? എന്ത് നീ ഇവിടെ പോരുന്നോടെ പറ. എടാ, ഇവിടെ നേരത്തെ ബസ് സ്റ്റോപ്പ് വരെ പോകാനുള്ള വണ്ടി കാശുണ്ടോ നിന്റെ? നീ എവിടെ വെച്ചാ പോ. നിന്നെ കാണുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ.
എന്നാ നോക്കി നിൽക്കുന്ന കേറ്, നിനക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവൻ എവിടെ വെച്ചാ പോട്ടെ. കേറാം.